ഹസദ്. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തതിൽ സന്തോഷത്തോടെ താല്പര്യപ്പെട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, മറ്റൊരാൾക്ക് അല്ലാഹു എന്ത് നിയമത്ത് കൊടുത്താലും അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള നാവ് റെഡിയാക്കി വെക്കണം. അതെങ്ങനെ കിട്ടിയെന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല എന്നും വളഞ്ഞ വഴിക്ക് പറയരുത്, വ്യാഖ്യാനിക്കരുത്. അത് കൽബിന്റെ ചീച്ചിലാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ കിട്ടിയോ? അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ. എന്തോ തരികട ഒപ്പിച്ചിട്ടുണ്ടാവും. അതൊന്നും നീ നോക്കണ്ട, അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞേക്കും. ശരിയോ തെറ്റോ അതുപോലെ തീരുമാനിച്ചോട്ടെ. ഒരാൾക്ക് കിട്ടിയ നിയമത്തിനെ പറ്റി നീ ചിന്തിച്ചു, നിനക്ക് കേട്ടപ്പോഴേക്ക് നിന്റെ കൽബിൽ സന്തോഷമാവരേണ്ടത് അൽഹംദുലില്ലാഹ് പറയണം. എന്നാ പിന്നെ അതിനോട് നിനക്കൊരു ദുരന്തവുമില്ല, ദുരിതവുമില്ല. അദാവത്ത്, ശത്രുതയുണ്ടാകരുത്. പകയും വിദ്വേഷവും അസദും. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തില് എന്തെങ്കിലും കുറവ് കണ്ടിട്ടുള്ളൊരു സ്വഭാവ രൂപഭാവങ്ങൾ ഉണ്ടാകരുത്. ഏറ്റവും വലിയ കേടാണത്. മനസ്സിന് പറ്റുന്ന വലിയ ഇരുട്ടാണത്. അത് സ്വന്തക്കാരിലാകാം, കുടുംബക്കാരിലാകാം, അയൽക്കാരിലാകാം, ആരിലുമാകാം, നാട്ടുകാരിലാകാം, അന്യനാട്ടുകാരിലാകാം. എന്ത് അല്ലാഹു ഒരു നിഅമത്ത് കൊടുത്തോ ആ നിഅമത്തിന് നിനക്ക് സന്തോഷം പറയാൻ കഴിയണം. അത് ശരീരത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, മക്കളിലാകട്ടെ, ഏത് വിധേന അല്ലാഹു തആല കൊടുത്ത നിഅമത്തിലും ആ നിഅമത്തിനെ കുറച്ച് കാണിക്കാതെ അല്ലാഹു ആ കൊടുത്തതിനെ ചോദ്യം ചെയ്യാത്ത നല്ല മനസ്ഥിതി വേണം. ഒരാൾക്ക് കൊടുത്തതിൽ നമ്മളെ കൽബിൽ വല്ല ഹസദും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ ഈമാന്റെ കുറവാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈമാന്റെ കുറവ് എങ്ങനെയെന്ന് മനസ്സിലായോ? അയാൾക്ക് ആ കൊടുത്തത് അല്ലാഹു കൊടുത്തതല്ലേ, അത് ശരിയായില്ല എന്നല്ലേ വലയിരുത്തല്. അപ്പൊ അള്ളാന്റെ ഖദറിലും ഖലായിലും നമ്മളെ ഈമാൻ എത്ര കുറഞ്ഞു. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്തതിനെ പറ്റി നമ്മളെ വീക്ഷണം എന്താ? അത് അത്ര ശരിയായില്ല, അത്ര കൊടുക്കണ്ടില്ലേ. പടച്ച റബ്ബിന് എവിടെ ഒന്ന് ചെറിയ ഖദറിൽ എന്തോ ഒരു മാറ്റം വന്നോ? ഈമാന്റെ കുറവ്. ഹാസിദിന് ഈമാൻ കുറഞ്ഞു പോകുന്ന അത് ചെറിയ രോഗമല്ല, അടുത്ത രോഗമാണ്, വല്ലാത്ത രോഗമാണ്. ഹസദ് മൂത്താൽ പിന്നെ അത് എത്തുന്നത് കൊലപാതകത്തിലേക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ ശുജായിയായി വർത്തിക്കുന്ന അതാണ്. ഈ ഉമ്മത്തിലുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണത്. ഹസദ് മൂത്തിട്ട് അതിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ.